നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടനാടൻ മീൻകറി വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തുകറിയാണ്. ആദ്യം എണ്ണ ഒഴിച്ചു കഴിഞ്ഞു. എണ്ണ ചൂടാകുമ്പോൾ അല്പം കടുകിടുക. അല്പം കടു ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ കടു ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അല്പം ഉലുവ. മീൻകറിക്ക് ഉലുവ തന്നെ ടേസ്റ്റാണ്. ഇച്ചിരി ഉലുവ ഇടുക. ഉലുവയും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉലുവ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് പതുക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഇളക്കി കരിയാപ്പില വെച്ച് നേരത്തെ ഉണ്ടായിരുന്നു. കരിയാപ്പില അതിൻ്റെ കൂടെ നമ്മുടെ ചെറുള്ളി, ഇച്ചിരി ചതച്ച ചെറുള്ളി നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് വഴട്ടുക. എന്നിട്ട് പതുക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അവൻ ഒരു കളറൊന്ന് മാറണം. കളറൊന്ന് മാറി വരണം. കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കളറ് മാറി. അത് ഒരു ഗോൾഡൻ കളറായി. ഇനി നമ്മൾ അതിലേക്ക് ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. ഇച്ചിരി കൊഴുപ്പ് വരാൻ ഇച്ചിരി നമ്മൾ കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ടു. മുളക് പൊടി നന്നായിട്ട് ഒന്ന് ചൂടാക്കി. ഞങ്ങൾക്ക് നാട്ടിൽ ഷാപ്പുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ ഷാപ്പിൽ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഓർത്ത് വെക്കുകയാണ്. അമ്മ വെക്കുന്നതുകൊണ്ട് ഒരിക്കലും ആകത്തില്ല, എന്നാലും നമ്മൾ അത് ഓർത്ത് വെക്കുകയാണ്. ഇച്ചിരി മാങ്ങ, ഇഷ്ടം പോലെ മാങ്ങ കളയല്ലേ നമ്മൾ. ആ മാങ്ങ ഒന്ന് വേവിച്ച് ചേർത്തു. അത് കഴിഞ്ഞ് പാകത്തിന് പുളി ചേർത്തു. പുളിയും വെള്ളമെല്ലാം പാകത്ത് ചേർത്തു. ഇനി ഒന്ന് തിളച്ച് വരണം. ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ട് മീൻ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് മുളകും മല്ലിയൊക്കെ നന്നായിട്ട് തിളച്ച് കേട്ടോ. ഉപ്പ് നന്നായിട്ട് തിളച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ മത്തി അങ്ങോട്ട് ചേർക്കുക. കഴുകി വൃത്തിയാക്കിയ മത്തി നമ്മൾ ചേർക്കുക. ഇനി കഴുകി വൃത്തിയാക്കി മത്തി, ഇത് 1.5 കിലോ മത്തിയുണ്ട് ഏകദേശം. നമ്മളൊരു 3-3.5 ടീസ്പൂൺ മുളക് ഇതെല്ലാം കൂടെ ചേർത്ത്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് പതുക്കെ ഇതിനെ തിളയ്ക്കാൻ വെക്കുക. മൂടി വെക്കാൻ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുക. മീൻ തിളച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു തക്കാളി, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഒരു തക്കാളി കണ്ടിച്ചിട്ടു. തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിള വരുമ്പോൾ എടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചു. മീൻ ഏകദേശം വേവായി. എണ്ണ തെളിയുക എന്ന് പറയും. ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടില്ല. ഈ എണ്ണ തെളിച്ച് കഴിഞ്ഞാൽ മീൻ പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. എണ്ണ തെളിയുക എന്ന് പറഞ്ഞാൽ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞുണ്ടോ. എണ്ണ തെളിയുന്നതിൻ്റെ അർത്ഥം മീൻ പാകമായി എന്നാണ് അർത്ഥം. ഒരല്പം നമ്മുടെ മലനാടൻ കരിയാപ്പില നോക്കാം. അപ്പം എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി കരിയാപ്പില ഇട്ട് ഇപ്പം മീൻകറി ഏകദേശം പാകമായിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മാനേജർ ജോസഫിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈനീട്ടുക. ജോസഫെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുട്ടനാടൻ മീൻകറി? സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.
നമ്മുടെ മീൻകറി ഇപ്പോൾ ജോസഫിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചു. മീൻകറി ഓക്കെ ആയിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സി അഗെയിൻ. ബൈ.